wa rahmatullahi wa barakatuh. I am Amira bint Jabir. I am study level 2. ഉറുമ്പുകൾ എന്ന് കേൾക്കുമ്പോൾ ഒരു ചെറിയ ജീവിയല്ലേ എന്നാണല്ലേ നമ്മുടെ മനസ്സിലേക്ക് വരിക. എന്നാൽ ഉറുമ്പ് ഒരു ചെറിയ ജീവിയല്ല എന്നതാണ് സത്യം. അതായത് നമുക്കൊരുപാട് പഠിക്കാനുണ്ടെന്നാണ് അർത്ഥം. ഉറുമ്പുകളെ കുറിച്ചുള്ള പഠനമാണ് മിർമിക്കോളജി. ഉറുമ്പുകൾ ലീഡർ ഫീമെയിൽ ആണുണ്ടാവുക. സോഷ്യൽ ലൈഫ് മാനേഴ്സിൽ ഒരു റോൾ മോഡലാണിവ. ഇവരുടെ കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽസ് വളരെ അട്രാക്റ്റീവ് ആണ്. ഫെറമോൺ എന്ന കെമിക്കൽ യൂസ് ചെയ്താണ് കമ്മ്യൂണിക്കേഷൻ. വർക്കർ, ക്വീൻ, സോൾജിയർ, ഫ്ലൈങ് ആൻസ് ഇങ്ങനെയൊക്കെയാണ് ഇവയ്ക്കിടയിലുള്ളത്. ലോകത്തെല്ലാ സ്ഥലത്തും ഉറുമ്പുകളുണ്ട്. ഡിഫറൻ്റായ കൂടുകൾ ഇവ നിർമ്മിക്കും. കൂടുതലും ടവർ രീതിയിലാണ് ഉണ്ടാവുക. ബട്ടർഫ്ലൈ പോലെ എഗ്, ലാർവ, പ്യൂപ്പ, അഡൽട്സ് ഈ ഒരു സ്റ്റേജിലാണ് ഇവ ഉണ്ടാവുന്നത്. ഉറുമ്പുകൾക്ക് 2 വയറുകളുണ്ട്. നംൽ എന്നാണ് ഉറുമ്പിൻ്റെ അറബിക് വേർഡ്. ഈ പേരുള്ള ഒരു സൂറത്ത് തന്നെ ഖുർആനിലുണ്ട്. സുലൈമാൻ നബിയുമായി ബന്ധപ്പെട്ട സ്ഥലത്ത് ഉറുമ്പിനെ കുറിച്ച് കാണാൻ പറ്റും. ശ്രദ്ധിക്കൂ. إذا أتوا على واد النمل قالت نملة يا أيها النمل ادخلوا مساكنكم لا يحطمنكم سليمان وجنوده وهم لا يشعرون فتبسم ضاحكا من قولها وقال رب أوزعني أن أشكر نعمتك التي أنعمت علي وعلى والدي وأن أعمل صالحا ترضاه وأدخلني برحمتك في عبادك الصالحين. അസ്സലാമു അലൈക്കും. ഖുർആനിൽ ഉറുമ്പിനെ നിങ്ങൾ പരിചയപ്പെട്ടല്ലോ. ഇനി നമ്മൾക്ക് തേനീച്ചയെക്കുറിച്ച് സ്റ്റഡി ചെയ്യാം. തേനീച്ചയെക്കുറിച്ച് സ്റ്റഡി ചെയ്യുന്നതിന് എപ്പിയോളജി എന്നാണ് പറയുന്നത്. ഡിസിപ്ലിൻ ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലാണ് ഇവയ്ക്കുള്ളത്. ക്വീൻ, പരിചാരകർ, എക്സ്പെർട്ട്, സ്വീപ്പർ, റിപ്പോർട്ടർ, സൂപ്പർ, സെക്യൂരിറ്റി, ഫ്യൂണറൽ ടീം, സർവൻസ് ഇങ്ങനെ ഡിഫറെൻറ്റ് ഡ്യൂട്ടീസ് ഉള്ളവരുണ്ട്. ഇവയുടെ ഹെക്സഗൺ ഷേപ്പുള്ള കൂട് ഒരു ബിഗ് മിറാക്കിളാണ്. ഒരു ഡ്രോപ്പ് തേൻ നമുക്ക് കിട്ടുന്നത് ഒരു ഹണിബി 60 യാത്രയെങ്കിലും നടത്തിയിട്ടുണ്ടാകും. ആയിരക്കണക്കിന് പൂക്കളിലോ പഴങ്ങളിലോ എത്തണം. ഖുർആനിൽ 16-ാം അധ്യായം സൂറത്തുൻ നഹ്ലിൽ 68-69 കൃത്യമായി തേനീച്ചയെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. وأوحى ربك إلى النحل أن اتخذي من الجبال بيوتا ومن الشجر ومما يعرشون ثم كلي من كل الثمرات فاسلكي سبل ربك ذللا يخرج من بطونها شراب مختلف ألوانه فيه شفاء للناس إن في
في ذلك لآية لقوم يتفكرون. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആനിൽ ഉറുമ്പിനെയും തേനീച്ചയെയും നിങ്ങൾ പരിചയപ്പെട്ടില്ലേ? ഇനി നമുക്ക് സ്പൈഡറിനെ കുറിച്ച് പരിചയപ്പെടാം. സ്പൈഡർ ഒരു പ്രാണിയല്ല, ഇതൊരു അറാക്നീസാണ്. അറാക്നോളജി എന്നാണ് ഇതിൻ്റെ പഠനത്തിൽ പറയുന്നത്. مثل الذين اتخذوا من دون الله أولياء كمثل العنكبوت اتخذت بيتا وإن أوهن البيوت لبيت العنكبوت لو كانوا يعلمون. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിങ്ങൾ ഇപ്പം കേട്ടില്ലേ ഖുർആനിലുള്ള തേനീച്ചയെയും ഉറുമ്പിനെയും സ്പൈഡറിനെയും. ഇനി നമുക്കൊരു ഒട്ടകത്തിൻ്റെ കേട്ടാലോ? രണ്ട് തരത്തിലുള്ള ഒട്ടകങ്ങളുണ്ട്. ഒരു പൂനെയുള്ള അറേബ്യൻ ഒട്ടകങ്ങളും രണ്ട് പൂനെയുള്ള ബ്രാറ്റിൻ ഒട്ടകങ്ങളും. മരുഭൂമിക്ക് ഇടുന്ന രീതിയിലാണ് അള്ളാഹുവെ ഡിസൈൻ ചെയ്തത്. ഇവയുടെ കുളമ്പുകൾ മറ്റ് ജീവികളിൽ നിന്ന് വ്യത്യസ്തമാണ്. ബോഡിയെ പുതപ്പിക്കുന്ന രോമങ്ങളാണ്. മൂന്നാഴ്ച വെള്ളം കിട്ടി 3 മീറ്ററിൽ അധികം ഉയരമുണ്ട്. 1.5 കിലോമീറ്റർ ഉള്ള വെള്ളത്തിൻ്റെ മണം ഒട്ടകത്തിന് അറിയാൻ പറ്റും. വെള്ളം സൂക്ഷിക്കാൻ ബോഡിയിൽ സ്പേസ് ഉണ്ട്. 2 ആഴ്ച വെള്ളം കിട്ടിയില്ലെങ്കിലും ജീവിക്കും. മരുഭൂമിയിൽ ഷിപ്പ് എന്നാണ് ഒട്ടകം അറിയപ്പെടുന്നത്. ഖുർആനിൽ സൂറ ഹോശിയയിൽ ഒട്ടകത്തിൻ്റെ ക്രിയേഷനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളൊന്ന് ആയത്ത് ശ്രദ്ധിക്കൂ. أفلا ينظرون إلى الإبل كيف خلقت ശുക്രൻ.